കലോത്സവത്തിൽ താമരപ്പൂവിനെ ഒഴിവാക്കിയതിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് താമരപ്പൂവുമായി എത്തി യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമാണ് തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത്. തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. യുവമോർച്ചയുടെ പ്രതിഷേധമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. താമരയുമായി കൈകളിൽ ഏന്തിയുള്ള പ്രതിഷേധമാണ് കാണാൻ കഴിയുന്നത്. കലോത്സവത്തിൽ നിന്നും താമര ഒഴിവാക്കിയ സംഭവത്തിലാണ് പ്രതിഷേധം. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് തൃശ്ശൂരിൽ. മുദ്രാവാക്യ വിളികളുമായി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നു. കലോത്സവത്തിൽ താമരയെ ഒഴിവാക്കിയ സംഭവത്തിൽ യുവമോർച്ചയുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത്. താമര പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് തൃശ്ശൂരിൽ നടക്കുന്ന. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നു. ഹരീഷ്, താമരയെ ഒഴിവാക്കിയിരിക്കുന്നു കലോത്സവത്തിൽ നിന്നും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അതൊരു പാർട്ടിയുടെ ചിഹ്നമാണ്, അതുകൊണ്ട് ഒഴിവാക്കി എന്നതാണ് പറയുന്നത്. ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമാണല്ലോ തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത്. മുദ്രാവാക്യം വിളികളുമായി കയ്യിൽ താമര ഏന്തിയുള്ള ഒരു പ്രതിഷേധം. വിവരങ്ങൾ തീർച്ചയായും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ യുവമോർച്ചയുടെ ഭാഗത്തുണ്ടാകുന്നത്. 25 പേരിലും ഓരോ പുഷ്പത്തിന്റെ പേരായിരുന്നു നൽകിയിരുന്നു. അതിൽ താമരയെ എടുത്ത് മാറ്റിയ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം യുവമോർച്ച സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് താമരയെ ഒഴിവാക്കിയെന്നുള്ള ചോദ്യമായാണ് യുവമോർച്ച ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ഇതിന്റെ മുൻപിൽ, അതായത് ഈ ഒരു കലോത്സവം നടക്കുന്ന മീറ്റിംഗ് നടക്കുന്ന ഈ ടൗൺ ഹാൾ മുൻപിലാണ് ഇപ്പോൾ യുവമോർച്ച ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന ഈ ഒരു മീറ്റിംഗിൽ ആ ഒരു ഗേറ്റിന് മുന്നിലേക്ക് യുവമോർച്ച വരികയും താമരപ്പൂ കയ്യിൽ ഏന്തിയാണ് യുവമോർച്ച ഇത്തരത്തിലെത്തിയത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം യുവമോർച്ച ഇവിടെ കാഴ്ചവെക്കുന്ന ആ ഒരു ഗേറ്റിന് മുന്നിലേക്ക് യുവമോർച്ച വരികയും താമരപ്പൂ കയ്യിൽ ഏന്തിയാണ് യുവമോർച്ച ഇത്തരത്തിലെത്തിയത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം യുവമോർച്ച ഇവിടെ കാഴ്ചവെക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഈ ഒരു ടൗൺ ഹാളിന് മുൻപിൽ കുത്തിയിരുന്നുകൊണ്ട് പോലീസിന്റെ ഇതുണ്ട്, പോലീസ് സേന ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതിന് മുൻപിൽ റോട്ടിൽ കുത്തിയിരുന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. അതായത് താമര എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. കാരണം മറ്റ് പുഷ്പങ്ങളൊക്കെ തന്നെ ഉണ്ട്, അതിൽ താമര എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളൊരു ചോദ്യമാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് ശരിക്കും ഇത്തരത്തിലുള്ള പ്രതിഷേധം? കലോത്സവ വേദികളിൽ ഓരോ വേദിക്കും പുഷ്പങ്ങളുടെ പേരാണ്. അപ്പോൾ അതിൽ 25ഓളം പുഷ്പങ്ങളുടെ പേര് കൊടുത്തു. നമ്മൾ ഇതുവരെ കേൾക്കാത്ത പുഷ്പത്തിൻ്റെ പേര് വരെ അതിലുണ്ട്. പക്ഷേ ദേശീയ പുഷ്പമായ താമരയെ അവർ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് വെറും രാഷ്ട്രീയ പ്രേരിതമല്ലേ? കൊച്ചുകുട്ടികൾ, വളർന്നു വരുന്ന കൊച്ചുകുട്ടികൾക്ക് ചെറുപ്പം മുതലേ തന്നെ അവർ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം അവർ കുത്തിവെച്ച് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെയാണ് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിനെ ബന്ധപ്പെട്ടവർക്ക് താമര പുഷ്പം നൽകിക്കൊണ്ട് പ്രതിഷേധിക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ശരിക്കും അവർ പറയുന്നത് അതൊരു അത്തരത്തിലുള്ളൊരു വിഭാഗീയത ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് പറയുന്നത്. അതാണ് ശരിക്കും സത്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേശീയ പുഷ്പത്തിൻ്റെ പേര് താമര മാറ്റാൻ പറയൂ അവർ. നമ്മുടെ ദേശീയ പുഷ്പമല്ലേ താമര? കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമാണോ താമര? ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നമാണ് കൈപ്പത്തി. ഇവർ നാളെ തൊട്ട് ഇവർ കൈപ്പത്തി കൊണ്ട് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധപ്പെട്ടവർക്ക് ഈ താമര പൂ നമ്മൾ നൽകിക്കൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുക. തുടർന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് ഇത് ഈ പരിപാടി നല്ല രീതിയിൽ തൃശ്ശൂർ വന്നപ്പോൾ വളരെയധികം സന്തോഷിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇങ്ങനെ തുടക്കത്തിലെ ഒരു കല്ലുകടി, എന്തുകൊണ്ട് ഇവിടുത്തെ MP കേന്ദ്രമന്ത്രിയും കൂടിയ സുരേഷ് ഗോപി ഇവിടെ വിജയിച്ചു വന്നതിൻ്റെ ഇവരെ വിഷമം ഇപ്പോഴും ഇവർക്ക് മാറിയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ താമര ഒഴിവാക്കിയിട്ടുള്ളത്. അതാണ്, അതായത് കൃത്യമായി അവർ പറയുന്നുണ്ട്, ഈ ഒരു താമരപ്പൂ മാത്രം ഒഴിവാക്കിയത് അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അത് BJPയെ ഒഴിവാക്കുന്ന തരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് കൃത്യമായി തന്നെ പറയുന്നത്. അല്ലെങ്കിൽ മറ്റ് പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ട് താമര ഒഴിവാക്കി? താമര ദേശീയ പുഷ്പമല്ലേ, അത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല, അത് രാഷ്ട്രീയം കലർന്നതുകൊണ്ട് മാത്രമാണ് താമരയെ ഒഴിവാക്കിയത് എന്നാണ് ഇപ്പോൾ യുവമോർച്ച പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ടൗൺ ഹാളിന് മുന്നിൽ ഇവിടെ കുത്തിയിരുന്നുകൊണ്ട് യുവമോർച്ച ഇത്തരത്തിലൊരു പ്രതിഷേധം കാഴ്ചവെക്കുന്നത്. ഈ താമരപ്പൂവ് മന്ത്രിക്ക് സമർപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്.
പറയുന്നത്. അത് പ്രതിഷേധാത്മകമായി മന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു താമരപ്പൂ ഏന്തി ഇവർ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അത് താമരയെ ഒഴിവാക്കിയത് തീർച്ചയായും BJPയെ ഭയം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ BJPയെ ഒഴിവാക്കി നിർത്തുന്നതിൻ്റെ സമാനമാണ് താമരപ്പൂ ഒഴിവാക്കുന്നത് ഈ ഒരു കലോത്സവങ്ങളിൽ നിന്ന് എന്നാണ് പറയുന്നത്. 25 വേദികളിലും ഓരോ പുഷ്പങ്ങളുടെ പേരാണ് നൽകിയിരുന്നത്. ഇതിലാണ് ഈ ഒരു വേദിയിൽ നിന്നാണ് താമരപ്പൂവ് എന്ന് പറഞ്ഞ പുഷ്പത്തെ ഒഴിവാക്കിയത്. അത് തീർച്ചയായും BJPയോടുള്ള ഭയവും എതിർപ്പുമാണ്. അത് രാഷ്ട്രീയം കലർന്നുകൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധം കനപ്പിക്കാനുള്ള, അല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് യുവമോർച്ചയും പറയുന്നത്. അതിൻ്റെ ഭാഗമായി ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും യുവമോർച്ച അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപക്ഷെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നടപടിയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി യുവമോർച്ച ഇവിടെ എത്തിയത്. ഈ ഒരു ടൗൺ ഹാളിൽ ഹരീഷ്, ഈ പ്രവർത്തകർ സൂചിപ്പിക്കുന്ന പോലെ അത്തരത്തിലൊരു രാഷ്ട്രീയ മാനം ഇതിന് നൽകേണ്ടതുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം എന്താണ് ഈ വിഷയത്തിൽ? അശ്വതി, പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പല പ്രവർത്തകരും കരിങ്കൊടി കാണിക്കുന്നുണ്ട്, താമരപ്പൂവ് കയ്യിലേന്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അവരെ ഈ ഒരു ടൗൺ ഹാളിൻ്റെ മുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രി പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയമില്ല, ഇത് ഒരു വിഭാഗീയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് BJPയുടെ ചിഹ്നമായതുകൊണ്ട് മാത്രമല്ല, അത് അത്തരത്തിലുള്ള ഒരു ആരോപണത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത് മാറ്റിയത്. അല്ലാതെ അതിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ല എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പക്ഷേ ഈ പ്രവർത്തകർ പറയുന്നത് അത് മാത്രമല്ല, അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് താമര എന്നുള്ള ആ ഒരു സങ്കല്പം മാറ്റിയത്, അല്ലെങ്കിൽ താമരപ്പൂവിനെ മാറ്റിയത് എന്നുള്ളൊരു കാര്യമാണ് പ്രവർത്തകർ കൃത്യമായി തന്നെ ആരോപിക്കുന്നത്. അതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പ്രവർത്തകർ പറയുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയത്? BJPയുടെ ചിഹ്നം മാത്രമല്ലല്ലോ, ദേശീയ പുഷ്പമല്ലേ, അതുകൊണ്ട് ദേശീയ പുഷ്പത്തെ എങ്ങനെ ഒഴിവാക്കുന്നു എന്നുള്ളൊരു കാര്യം ആരോപിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പറയുന്നത്. അതായത് കൈപ്പത്തി എന്നുള്ളത് കോൺഗ്രസിന്റെ ചിഹ്നമാണ്. അപ്പോൾ കൈപ്പത്തി വെച്ച് കഴിഞ്ഞാൽ അത് ആ കൈകൊണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ സാധിക്കും? അത് കോൺഗ്രസിന്റെ ചിഹ്നമായി മാറില്ലേ എന്നുള്ളൊരു കാര്യമാണ് ഇവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പുഷ്പത്തെ ഒഴിവാക്കിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. നിലവിൽ ഇവരെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. വലിയ പ്രതിഷേധമാണ്. പിടിച്ചു വലിച്ച പോലീസ് ബലം പ്രയോഗിച്ച് തന്നെയാണ് പ്രവർത്തകരെ ഇപ്പോൾ വാഹനത്തിൽ കയറ്റിയത്. നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലൊരു ബന്ധപ്പെട്ട BJP പ്രവർത്തകരെല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു. അതായത് താമര പുഷ്പത്തെ മാത്രം ഒഴിവാക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്, അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇവരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂരിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു പ്രവർത്തകർ പറയുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് അശ്വതി നമ്മൾ കാണുന്നത്. അതാണ് എന്തായാലും കലോത്സവത്തിൽ താമരപ്പൂവിനെ ഒഴിവാക്കിയ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ താമരപ്പൂവുമായി എത്തിയ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കണ്ടത്. യുവമോർച്ച പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. വിവരങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നൽകിയത്.